എന്നും ഞാൻ ഇങ്ങനെ കേട്ടോ അവൻ്റെ വീഡിയോ എടുക്കുന്നത് എല്ലാവരെയും പിടിച്ച് അകത്തിട്ടിട്ടാണ് ഞാനിവിടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ രാവിലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണിപ്പോൾ നമ്മൾ ഇൻട്രോ എടുക്കാൻ വന്നത് കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇടണോ വേണ്ട എന്നൊക്കെ ഞാൻ ആലോചിക്കുക കേട്ടോ. എനിക്ക് ഒരു അക്കിടി പറ്റി. അക്കിടിയൊന്നും പറ്റിയതല്ല, പക്ഷേ ആ വെയിലിൻ്റെ ഒരു ഇതുകൊണ്ട് ഒന്നും എടുക്കാനും പറ്റിയില്ല കേട്ടോ. പക്ഷെ സംഭവമൊക്കെ കിടക്കാച്ചാൽ എനിക്ക് കിട്ടി. ഇച്ചിരി ഒരു ലൈറ്റിൻ്റെ ഒരു കുഴപ്പമുണ്ട്. എങ്ങനെ വെച്ചിട്ടും അത് ഒത്തതേ ഇല്ല കേട്ടോ നമ്മുടെ ഈ ഫോണ്. അപ്പോൾ ഇച്ചിരി ഒരു വെട്ടക്കുറവൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് മാപ്പാക്കി തരണം കേട്ടോ. ഇനി ആവർത്തിക്കില്ല ഈ സുപ്പു. പിന്നെ എനിക്ക് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സ്റ്റാൻഡ്, അവനും അവിടെ കൊണ്ടുപോയി അവനെ അവിടെ വെച്ച് അവൻ്റെ കായ് ഓടിച്ചിരുന്നു. അവനെ ഞാൻ ഈ തൂണുമേലൊന്ന് ചാരി നിർത്തിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അവൻ്റെ ഒരു കാലം 3 കാലിലാണല്ലോ അവൻ നിൽക്കുന്നത്. ഒരു കാലം പോയി. ഇനി വികലാംഗ പെൻഷന് ഞങ്ങൾക്ക് അപേക്ഷ കൊടുക്കണം. ഒരു കാലോടെ 2 ഉള്ളൂ. തൂണിനകത്ത് ചാരി നിർത്തിയാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ മറ്റേത് വലുതാണല്ലോ, അത് ഞാൻ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും വലിയ ഷോർട്ടോ എന്തെങ്കിലും എടുക്കാൻ മാത്രമേ അത് എടുക്കത്തുള്ളൂ കേട്ടോ. ഞാൻ എല്ലാവിടെയൊക്കെ ചെന്നിരുന്ന അതൊക്കെ എടുക്കാൻ വേണ്ടി ആ വലുത് എടുക്കത്തുള്ളൂ. ചെറുതാണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യം. ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാനും അടുക്കളയിലാണെങ്കിലും വീഡിയോ എടുക്കാനൊക്കെ ഇതാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കുത്തി നോക്കണം, ഏതെങ്കിലും കുറഞ്ഞത് കിട്ടുവാണെങ്കിൽ ഒരെണ്ണം എടുക്കാൻ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അവന് എന്തോ ഇനിയിപ്പോൾ ശരിയാകത്തില്ല, ഇവനെയും കൊണ്ട് എനിക്ക് ഒക്കത്തില്ല കേട്ടോ. നമ്മുടെ ഫോൺ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വീഴുക, ആ 2 കാലിലേ നിൽക്കത്തില്ല. 3ാമത്തെ കാലാണ് ഒടിഞ്ഞു പോയത്. ഇങ്ങോട്ടിഞ്ഞ് വരും എൻ്റെ അടുത്തോട്ട്. സുപ്പു എന്നെ പിടിച്ചു എന്നും പറഞ്ഞ്. ഇപ്പം സപ്പോർട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ തൂണാണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പടം പോലെ പൊള്ളിച്ചും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അണ്ണൻ കാണണം. എന്നിട്ട് ഇത് കാണുവാണെങ്കിൽ പറയാം, നീ ഇനി ഇവിടെ വീഡിയോ ഒന്നും എടുക്കണ്ട, നിൻ്റെ കൈയും കാലും എല്ലാം പൊള്ളിക്കാനുണ്ട്. ഇവിടെ പപ്പടം പോലെ പൊള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ ബാക്കില്ല. നമ്മൾ പുറത്ത് പോയി അങ്ങനെ പാചകമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പുറത്തുള്ള പാചകമാണ് നമ്മൾ ഇന്ന് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം വന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടവും വന്നു കേട്ടോ. ഇച്ചിരി തെറ്റുകുറ്റങ്ങൾ എന്തോ ഇച്ചിരി ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ അതൊക്കെ കണ്ടൊന്ന് ഈ പാവ സുപ്പുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് തരുന്നവർക്കും കമൻറ്റ് തരുന്നവർക്കും ഒക്കെ ഒരുപാട് നന്ദി കേട്ടോ. ഇൻട്രോ ഇന്ന് വേറെ രീതിയിലൊക്കെ ആയിപ്പോയി നമ്മുടെ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഒത്തിരി കഥ അതിന് മുന്നേ അങ്ങ് പറഞ്ഞു പോയതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ആദ്യമായി സുപ്പുവിനെ കാണുന്ന അവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതൊക്കെയാണ് ഇന്ന് കേട്ടോ നമ്മുടെ ആ പുറത്ത് വെച്ചുള്ള ഒരു തോരൻ ഉണ്ടാക്കിയിന്ന്. ബാക്കിയെല്ലാം എനിക്ക് രാവിലെ എല്ലാം ആയായിരുന്നു. ഇതും കൂടെ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇന്നകത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയ പോക്കി ഇതേ കയ്യിലെ പപ്പടവും പൊള്ളിച്ച് വെച്ചു. ഒന്നും പറയണ്ട എനിക്കറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയേ ഒക്കത്തുള്ളല്ലോ. മറ്റേത് 2 ഇരിക്കുന്നതും വലുതാണ്. ഇതാണ് നമുക്ക് എപ്പോഴും അത്യാവശ്യം. ഇനി അവനെ ഒരെണ്ണത്തിന് നമുക്ക് പുതിയതൊരെണ്ണത്തിന് ഇറക്കിയേ പറ്റത്തുള്ളൂ. ഇതിനും കൊണ്ടൊന്നും ഒക്കത്തില്ല കേട്ടോ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിലേ ഓമയ്ക്ക തോരന, അതുകൊണ്ട് സുപ്പുതി ഓമയ്ക്ക എടുത്ത് ഇനി വെളിയിൽ ചാടി കേട്ടോ. നമ്മുടെ സരസു പറഞ്ഞേ അടുക്കളയിൽ നിന്ന് ഓമയ്ക്ക നീ തോരൻ വെക്കണ്ടെന്ന്. പാവം ഞാൻ എന്ത് ചെയ്യാനാ. ഞാൻ പറഞ്ഞു മിറ്റത്ത് അടുപ്പൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അമ്മ എന്നെ ഓടിച്ചു വിടുവാണെങ്കിൽ എനിക്ക് അവിടെ പാചകം ചെയ്ത് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മുറ്റത്ത് ചാടി കേട്ടോ. നമുക്ക് നമ്മുടെ മുറ്റത്തെ അടുപ്പിൽ നമുക്കിന്ന് ഓമയ്ക്ക തോരൻ വയ്ക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ അല്ലേ കാണിക്കുന്നത്, ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. നിങ്ങളുടെ നാട്ടിൽ ഓമയ്ക്കൊക്കെ എന്താണ് പറയുന്നത്? കപ്പളങ്ങയാണല്ലേ. എൻ്റെ കണ്ണൊക്കെ പീസായി പോകുന്നുള്ള
അതിലേൻ്റെ അവിടെ ഭയങ്കര വെയിൽ. തണലാട്ടോ, ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്ത് തണലാണ്. പക്ഷെ മതിലിനകത്ത് വെയിലടിക്കുമ്പോൾ എൻ്റെ കണ്ണ് പുളി വരുന്നു. നിങ്ങളുടെ നാട്ടിൽ അപ്പോൾ ഈ ഓമയ്ക്കൊക്കെ എന്താണ് പറയുന്നത്? കപ്പളങ്ങയാണോ? പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് ഇതിന്. എന്തായാലും വേണ്ടിയില്ല, ഒത്തിരി നാളായി ഞങ്ങൾക്ക് ഓമയ്ക്ക കിട്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കുടുംബശ്രീക്ക് പോയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടല്ലോ കേട്ടോ, എനിക്ക് അടത്തി തന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഓമയ്ക്ക അങ്ങ് തോരൻ വയ്ക്കാം. കറി അത്ര ഇഷ്ടമല്ല, എന്നാലും പണ്ട് നമ്മൾ കൂടുതലും കറികളൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും വയ്ക്കുന്നത്. ഇതിന് ഇച്ചിരി ഒരു കളറുണ്ട്, പക്ഷെ പഴുത്തിയല്ല. ഞാൻ കഴിച്ചു നോക്കിയത്, അതിലൊന്നുമില്ല, ഒരു മഞ്ഞ കളർ. ഇനി അതാണോ കളർ എനിക്കറിയത്തില്ല. ഇനി ഒരു 2-3 എണ്ണം ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കതും തകർത്ത് വരെ തോരൻ വെക്കണം കേട്ടോ. ഇവിടെ ഉച്ചക്കലത്തേക്ക് മാത്രം മതി കേട്ടോ, രാത്രി അങ്ങനെ ആരും ചോറ് കഴിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ 3 പേര്, അണ്ണനും ഞാനും അമ്മയും. കുഞ്ഞുങ്ങൾ പിന്നെ കഴിക്കും, ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ട. അപ്പോൾ ഉച്ചക്കലത്തേക്ക് മതി ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഈ ഓമയ്ക്കൊന്ന്, നമ്മുടെ സരസുമൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ കള്ളത്തരം ഈ അരിയുന്നതൊക്കെ വലുതായിട്ടൊക്കെ, പക്ഷേ സരസുമൊക്കെ അരിഞ്ഞ് തരുമ്പോൾ, കൂമ്പൊക്കെ അരിഞ്ഞ് തരുമ്പോൾ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം. പൊടിയായിട്ട് അമ്മയൊക്കെ അരിഞ്ഞിരുന്നു കേട്ടോ. നമ്മളൊക്കെ അങ്ങ് കണ്ണിച്ച് മുറുക്കിയിടുക. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് കടുക് വറുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ അവർ സെറ്റായി എളുപ്പം വെന്ത് കിട്ടുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവർക്കൊക്കെ ആ പണ്ടുള്ളവരാണെങ്കിൽ അരിശീലിനും ഒക്കെ നല്ല ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അവരൊക്കെ അരിയുന്നതൊക്കെ കണ്ടാൽ നല്ലൊരു പ്രത്യേകതയുണ്ട്. എന്ത് രസമാണെന്നറിയാം ഇങ്ങനെ വെളിയിലൊക്കെ വെച്ച് പാചകം ചെയ്താൽ. കാക്കയും കിളിയും നമ്മുടെ ചെടികളും പൂക്കളും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ഇരുന്ന് പാചകം ചെയ്യും. പിന്നെ വീഡിയോ പിടിച്ചു തരാൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്കത് അത്രയും നല്ലതാണ്. എനിക്കിനി ഒരു ക്യാമറാമാനെ സംഘടിപ്പിക്കണം. ഞാൻ നോക്കി എവിടുന്നേലും ഒരു ക്യാമറാമാനെ സംഘടിപ്പിക്കും കേട്ടോ. ഇവിടെയുള്ള ക്യാമറാമാന്മാരൊന്നും അത്ര ശരിയല്ല കേട്ടോ. കുശുംബ പാർട്ടികൾ അവരൊക്കെ കേട്ടോ. അവരൊന്നും പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വരാനും ഇഷ്ടപ്പെടാത്തവരാണ്. തന്നെയും പിന്നെയും ഞാനൊരു ഒറ്റയാൾപ്പാട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് എൻ്റെ കണ്ണ് കുളിക്കുന്ന പിള്ളേരെ. നമ്മൾ അവിടെയാണ് നോക്കേണ്ടത്. ഞാനിപ്പോൾ എവിടേക്കാണ് നോക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ ഓമയ്ക്ക അരിയണം. കഴിഞ്ഞു കേട്ടോ, കുറച്ചേ എടുത്തുള്ളൂ, പകുതിയെ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഞാൻ തേങ്ങ തിരികെ വെച്ചേക്കുക. നമുക്ക് ഇച്ചിരി കാന്താരി മുളകും ഒക്കെ അങ്ങോട്ട് ചതച്ചങ്ങോട്ട് ഇട്ട് നമുക്കങ്ങോട്ട് കടുക് വറുത്ത് തോരൻ വയ്ക്കാം. ആവി കയറിയാൽ മതിയല്ലോ, എളുപ്പമാണ്. ഇതേ വിറകൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് നമുക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. വേഗമാണ് ഓമയ്ക്ക തോരനൊക്കെ, വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഓമയ്ക്ക തോരനൊക്കെ തോരൻ വയ്ക്കുന്നത്. നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചാണ് ഓമയ്ക്ക തോരനൊക്കെ വയ്ക്കുന്നത്? അല്ല, ആവി വേവും പെട്ടെന്ന്. കടുക് വറുത്തിട്ടാൽ മതി. പിന്നെ എനിക്കൊരു വിഷമം വരുന്നത്, പിന്നെ ചട്ടി അടുപ്പത്ത് ഞാൻ വയ്ക്കുക, ആരെനിക്ക് പാത്രം കഴുകി അരിയാവും. സാരമില്ല, ഇന്നത്തേക്ക് സുപ്പ് ക്ഷണിച്ച് ഞാൻ ആ പാത്രം കഴുകി വയ്ക്കും കേട്ടോ. വല്ലപ്പോഴും ഒക്കെ വെച്ച് കയ്യിലൊക്കെ വെച്ച് കരിയൊക്കെ വേണ്ടായി, കരിയൊക്കെ ആവണ്ടായി. കാക്ക പേര് കരിയിലക്കിളി. അത് മാത്രം സഹിക്കുന്നില്ല ഞാനിനി വെളിയിൽ വന്നത് കേട്ടോ. അപ്പോഴത്തേ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ ഓമയ്ക്കൊക്കെ ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഓമയ്ക്ക അറിയുന്നത്? നിങ്ങൾ ചോപ്പറിനകത്ത് വെച്ചാണോ മടിക്കുന്നത്? ഞാനിങ്ങനെ കേട്ടോ. സുപ്പ് മടിച്ചൊന്നുമല്ല, നല്ല മിടുക്കി കൊച്ച. സുപ്പുവിനെ പോലൊരു മിടുക്കി കൊച്ചിനെ കാണാൻ പ്രയാസം. ഇതേ നമ്മളങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് എന്താണ് കയ്യുറ ഇടാഞ്ഞതെന്ന്. സുപ്പുവിന് കയ്യുറയിടുമ്പം ശ്വാസം മുട്ടും, വിരലിന് ശ്വാസം മുട്ടലാണ്. പക്ഷേ എൻ്റെ കൈ അതേ ഒരു ശകലം പോലും കുറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് നമ്മൾ അതും ശ്രദ്ധിക്കുന്നു, ഇതും ശ്രദ്ധിക്കുന്നു, എൻ്റെ വിരലും ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ ഒന്ന് നമുക്ക് ചതച്ചുകൊണ്ട് തരാം. കടുക് ഇറക്കണം, എല്ലാം ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളിങ്ങനെ വന്നു. ഈ അടുപ്പിനൊരു സ്വഭാവമുണ്ട്, ഇത്തിരി നേരം നമ്മളെ ഇട്ട് കരയിച്ച് കഴിഞ്ഞ് അവനൊന്ന് കത്തി വരത്തുള്ളൂ. ഇത്തിരി ആദ്യം തോനെ ഇട്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്ന് സുക്കുമാണി ഇച്ചിരി നേരം ഇരുന്ന് കരഞ്ഞു. എൻ്റെ അണ്ണൻ പോലും ഇങ്ങനെ കരയിപ്പിച്ചില്ല എന്നെ കേട്ടോ, കരയിപ്പിച്ചിട്ടില്ല. ഈ അടുപ്പ് എന്നെ ഇട്ടങ്ങ് കരയിപ്പിക്കുക. അത് അങ്ങനെ നമ്മളിതങ്ങനെ കത്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് പുകയൊക്കെ വരും. നമുക്ക് കടുക് വറുത്ത് വയ്ക്കാം. കടുക് വറുത്ത് വയ്ക്കാം. അപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കടുക് ഇട്ടനെ തട്ടിയിട്ട് കൊടുക്കാം. അവനങ്ങോട്ട് പൊട്ടടാ തീരുന്നത്. അപ്പോഴേ പൊട്ടി വന്നു. ഇനി നമുക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ വിചാരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു, ഈ ഒരു വീഡിയോ എടുത്തിട്ട് ആവശ്യമേ ഇല്ലായിരുന്നു. ഇതൊക്കെ പുക സഹിക്കൊക്കെ കേട്ടോ. നമ്മുടെ ഓമയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഓമയ്ക്കയുടെ കൂടെ വേറെ ഒന്നും ഇടുന്നില്ല നമ്മൾ, പയറോ വേറെ ഒന്നും ഇടുന്നില്ല. വെറുതെ ഓമയ്ക്ക മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പുകയാട്ടോ ഈ ഒരു അടുപ്പിന്, എന്താണെന്നറിയത്തില്ല. ഭയങ്കര പുകയാണ്. ഇച്ചിരി നേരം അവനെന്നെ ഇട്ടൊന്ന് കരയിച്ചു കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി, ഒത്തിരി ഉപ്പിടണ്ട. എന്നിട്ട് നമുക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനൊന്നും ഇരുന്ന് പാചകം ചെയ്യുന്നില്ലല്ലോ പിള്ളേർ. നമുക്ക് നമ്മുടെ അരപ്പും കൂടെ അന്ന് അടുക്കോട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്തൊരു പാടാണൊക്കെ. സുജാതശേഷിയുടെ കൊച്ചുമുളക് എനിക്ക് ചതച്ച് തന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല പുക. നാട്ടുകാർ വിചാരിക്കും ചെയ്തത് ഇവിടെ എന്തുവാണോ തീയും പുകയൊക്കെ എന്താണെന്നൊക്കെ. നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടുന്ന് ഇപ്പുറത്ത് വന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പോകാൻ എന്നെ ഓടിച്ച് വിട്ടു അവിടുന്ന് കേട്ടോ. അപ്പോഴേ നമുക്ക് ഇങ്ങോട്ട് മാറി ഇന്ന് ഇളക്കാം. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഇളക്കുന്നതൊന്നും കാണാൻ പറ്റില്ലല്ലേ പിള്ളേർ. ഇതേണ്ട സംഭവം ഇതാണ് കേട്ടോ. എന്തൊരു കഷ്ടപ്പാടാണെന്ന് പറയുന്നത്. എന്തൊരു കഷ്ടപ്പാടാണ്. ഇങ്ങനെ വെക്കാൻ നമുക്കൊരു സ്ഥലമില്ല, അതാണ് കുഴപ്പം കേട്ടോ. ഇനി അവിടെ ഇരിക്കും. കടുക് അങ്ങോട്ട് വറുത്തിട്ടതേ ഉള്ളൂ. നമ്മുടെ ഓമയ്ക്ക വെന്ത് കേട്ടോ. അത്രയ്ക്ക് വേഗം വേവുന്ന ഓമയ്ക്കാണ്. എടാ നീ അവിടെ അതേ പോ ചെറുക്കൻ. കടുക് അങ്ങോട്ട് നമ്മുടെ വറുത്തങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ കേട്ടോ. ഓമയ്ക്ക് വെന്ത് പിള്ളേരെ. അത്രയ്ക്ക് വേഗം വേവുന്ന ഓമയ്ക്കാണ് കേട്ടോ. അടച്ചൊന്നും വെച്ചില്ല ഞാൻ. അതിനു മുമ്പേ ഓമയ്ക്ക വെന്ത് കഴിഞ്ഞു. എന്നാലും അടച്ചൊന്ന് വേവിക്കണമല്ലോ നമുക്ക്. നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നിങ്ങളെ ഞാൻ കാണിക്കാം എൻ്റെ ഓമയ്ക്ക തോരൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കടുക് അങ്ങോട്ട് വറുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് ഇടേണ്ട താമസം നമ്മുടെ തോരൻ ഇവിടെ സെറ്റായി. അപ്പോൾ അത്രയ്ക്ക് വേകുന്ന ഓമയ്ക്കാണ് കേട്ടോ. എന്നാലും ഇത്തിരി നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഓമയ്ക്കത്തോരനൊക്കെ ഇവിടെ സെറ്റായി കേട്ടോ. എൻ്റെ പൊന്നെ, ഇന്നത്തെ വെയിൽ അപാര വെയിലായിപ്പോയി കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു ഓമയ്ക്കത്തോരൻ വയ്ക്കുമ്പോൾ ഞാൻ ഇത്രയും വേദനയും സങ്കടമൊക്കെ സഹിക്കുന്നു കേട്ടോ. അത്രയ്ക്ക് പുകയും വെയിലും ചൂടും. നമ്മുടെ തോരനിവിടെ സെറ്റായി കേട്ടോ. നമുക്ക് അകത്ത് പോകാം. നിങ്ങളെ ഞാൻ കാണിക്കാം. ഇങ്ങനെയെങ്കിലും അതിൻ്റെ ആകെ കുഴപ്പമായിരുന്നു കേട്ടോ. നമ്മുടെ ഓമയ്ക്കത്തോരൻ ഇവിടെ റെഡിയായി സെറ്റായി. അടിപൊളി ഓമയ്ക്കത്തോരൻ കേട്ടോ. അല്ലാതൊന്നും കാണിക്കാൻ യാതൊരു രക്ഷയില്ല. ഞാനിന്ന് സത്യം പറയാൻ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഭയങ്കര ചൂട്.